നമ്മുടെ ഈ ബിനു പുളിക്കക്കണ്ടത്തിൽ അദ്ദേഹം CPM-ന്റെ പാലാ നഗരസഭയിലെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഏക കൗൺസിലറാണ്. അറിയാം, പാലാ എന്ന് പറയുമ്പോൾ അറിയാം, കേരള കോൺഗ്രസുകളുടെ ഒരു കേന്ദ്രമാണ്. അവരുടെ മാണിയുടെ സാമ്രാജ്യമാണ്. അവിടെയാണ് ബിനു പുളിക്കക്കണ്ടത്തിൽ ജയിക്കുന്നത്. അദ്ദേഹത്തിനെ പാർട്ടി പക്ഷേ ഇപ്പം പുറത്താക്കി. ജോസ് കെ മാണി വിമർശിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേര് ചാർത്തിരിക്കുന്ന കുറ്റം. പാർട്ടി വിമർശിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം അത് എന്താണ് അതിനകത്ത്? അത് പാർട്ടിയെ വിമർശിച്ചില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് സാങ്കേതികമായി മാത്രമേ കണക്കാക്കാൻ പറ്റൂ. അദ്ദേഹത്തിൻ്റെ സാങ്കേതികമാണ്. കാരണം അദ്ദേഹം പാർട്ടിയെ വിമർശിച്ചിട്ടില്ല, പകരം കേരള കോൺഗ്രസിനെ വിമർശിച്ചിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ കേരള കോൺഗ്രസ് ഇപ്പോൾ LDF-ലെ ഒരു ഘടകകക്ഷിയാണ്. അതെ. അപ്പം ജോസ് കെ മാണിയുടെ പാർട്ടി LDF-ന്റെ ഘടകകക്ഷിയാണ്. സ്വാഭാവികമായിട്ടും അത് ഒരു ഘടകകക്ഷി മര്യാദ അനുസരിച്ചിട്ട് ഒരു നേതാവ്, അതും പ്രത്യേകിച്ച് അവിടുത്തെ ഒരു കൗൺസിലറായ ഒരാൾ വിമർശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ കൂട്ടത്തിൽ പെടുത്താവുന്നത് തന്നെയാണ്. അതായത് ഇദ്ദേഹം ഈ ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് കൊടുത്ത പാർട്ടിയുടെ നിലപാടിനെതിരെയാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് പാർട്ടി ഒരു തീരുമാനം എടുക്കുന്നു, അദ്ദേഹം അത് സോഷ്യൽ മീഡിയയിൽ അടക്കം പോസ്റ്റുകൾ ഇടുന്നു, ആ നിലപാടിനെതിരെ പോസ്റ്റ് ഇടുന്നു. പക്ഷെ അവിടെ അങ്ങനെ നിലപാട് എടുക്കുമ്പോൾ ഈ പുളിക്കക്കണ്ടത്തിൽ പറഞ്ഞ ഒരു പ്രധാന പോയിന്റ് ഉണ്ട്, നമ്മളതാണ് ശ്രദ്ധിക്കേണ്ടത്. അതാണ് ആ പോയിന്റിലാണ് നമ്മൾ ഊന്നേണ്ടത്. അതായത് കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തമാകാമായിരുന്ന ജോസ് കെ മാണിയുടെ പാർട്ടിയെ വേണ്ടിയിട്ട് എന്നെ പുറത്താക്കിയിരിക്കുന്നു. അങ്ങനെയാണ് പറഞ്ഞത്. ആ ഒരു പ്രയോഗം ഉണ്ടല്ലോ, അതിനകത്ത് എല്ലാം ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിമർശനത്തെ എങ്ങനെ കാണണമെന്നുള്ളതാണ്. ഇപ്പോൾ പാർട്ടിക്ക് പാർട്ടിയുടെ ഒരു ഘടകകക്ഷിയെ പിന്താങ്ങിക്കൊണ്ട് നിർത്തേണ്ടതുണ്ട്. ഇപ്പോഴത്തെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലും ഒക്കെ ഒരു മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിസ്ത്യൻ പിന്തുണയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലുമൊക്കെ അവർക്കവിടെ വ്യക്തമായ ഒരു ബേസ് ഉള്ള പാർട്ടി എല്ലാവർക്കും അറിയാവുന്നതാണ്, CPM-നും അറിയാവുന്നതാണ്. അതുകൊണ്ട് ആ പാർട്ടിയെ പിണക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട്, തൽക്കാലത്തേക്കും പിണക്കാൻ പറ്റില്ല എന്നുകൊണ്ടാണ് കയ്യിലിരുന്ന ജയിക്കാവുന്ന സീറ്റ് പോലും അവർക്ക് വിട്ടുകൊടുത്തത്. അപ്പൊ അത്രയ്ക്കൊരു ത്യാഗം പാർട്ടി ചെയ്യുമ്പോൾ പാർട്ടിയുടെ ഒരു സെക്രട്ടറി അതിനെ എതിർക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കും അവർ നടപടിയെടുത്തത്. അതൊരു പാർട്ടി രീതി. പക്ഷെ പുളിക്കക്കണ്ടത്തിൽ പറഞ്ഞ പോയിന്റ് ആണ് ഏറ്റവും പ്രധാനം. അപ്രസക്തമാകുമായിരുന്ന ഒരു പാർട്ടിയെ, സത്യമാണ് ഇവര് അപ്രസക്തം എന്ന് പറയാൻ, ഒരുപക്ഷെ ഇവർ UDF-ൽ പോയാലും നിലനിൽക്കും. ഞങ്ങൾ വരാൻ സന്നദ്ധരാണെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ, പക്ഷേ ഇപ്പൊ വേണമെങ്കിൽ അവർക്ക് UDF-ൽ പോവാം. അല്ല, അവിടെ ഉണ്ട്, അവിടെ BJP ഇവർക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട്. അവർക്ക് ഒന്നെങ്കിൽ BJP പോവാം, CPM വിട്ടിട്ട്, അല്ലെങ്കിൽ LDF വിട്ടിട്ട് BJP പോവാം, അല്ലെങ്കിൽ UDF-ൽ പോവാം. ഓക്കെ. പക്ഷെ അവിടെ അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന പുളിക്കക്കണ്ടത്തിൽ പറഞ്ഞ ആ ഒരു പ്രസ്താവനയിൽ കിടക്കുന്ന ഒരു ആ വരികൾക്കിടയിൽ കിടക്കുന്ന ഒരു സംഗതിയുണ്ട്. നിതീഷ് കുമാറിനെ നമുക്ക് ഒന്ന് നോക്കിയാൽ മതി. നിതീഷ് കുമാർ എന്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഒരു നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വലിയ പ്രാധാന്യം ഉണ്ടെങ്കിൽ പോലും ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഓരോ താല്പര്യം അപ്പോഴത്തെ താല്പര്യം കളിച്ചത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് താങ്ങേണ്ടി വരുന്നു എന്ന്, മോദിക്ക് താങ്ങേണ്ടി വരുന്നു എന്നുള്ള ആശയം വന്നത് അതുകൊണ്ടാണ്. ജോസ് കെ മാണിയുടെ പാർട്ടി അങ്ങനെയാണ്. ഇപ്പൊ LDF വിട്ടിട്ട് ഈ സീറ്റ് കിട്ടാതെ വരുമ്പോൾ UDF-ൽ പോയെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ BJP-യിലേക്ക് പോയെന്ന് വെച്ചോളൂ. അവിടെയും ഇതാണ് അവസ്ഥ. കുറച്ച് കഴിയുമ്പോൾ ഇതാണ് അവരുടെ സ്വഭാവം. ഇത് കുറച്ച് കഴിയുമ്പോൾ അവിടെ സംഭവിക്കാം, അവിടെയും കുറേ സംഭവിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും കേരളത്തിലെ നിതീഷ് കുമാറാണ് ജോസ് കെ മാണി എന്നുള്ള ഒരു ഇമേജ് വന്നുകൂടായികയില്ല. അപ്പൊ അതാണ് പുളിക്കക്കണ്ടത്തിൽ പറയുന്നത്. അപ്പൊ അപ്രസക്തമാകാവുന്ന, കാരണം ഒരു പ്രാദേശിക പാർട്ടി എന്നുള്ള നിലയിൽ ജോസ് കെ മാണിയുടെ പാർട്ടി ഇത്രമാത്രം പിന്താങ്ങേണ്ടതുണ്ടോ എന്നാണ്. അദ്ദേഹവും എനിക്ക് തോന്നുന്നു ബിജു പുളിക്കക്കണ്ടത്തിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടാണോ എന്ന് എനിക്ക്. പുളിക്കക്കണ്ടത്തില് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം അന്ന് വിവാദ കേന്ദ്രമായിരുന്നു. ഈ അന്ന് നഗരസഭാ കൗൺസിൽ യോഗത്തിനിടെ ഈ കേരള കോൺഗ്രസിലെ ബൈജു കൊല്ലപ്പറമ്പിലും ഈ ബിനു പുളിക്കണ്ടവും ഇവർ തമ്മിൽ സംഘർഷം ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കൈവയ്ക്കുകയൊക്കെ ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിക്ക് ദോഷം ചെയ്തു എന്നുള്ളൊരു പരാമർശം. അതായത് ഇദ്ദേഹം ഈ വന്ന സമയം മുതൽ, ഇദ്ദേഹം ജയിച്ച സമയം മുതൽ യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസുമായിട്ട് ഇങ്ങനെ ഫൈറ്റാണ്. അതൊരു എനിക്ക് തോന്നുന്നു ഇദ്ദേഹം BJP-ന്ന് വന്ന ആളാണ്. അതെ, അതാണ് നമ്മൾ അതിൻ്റെ ഒരു ശ്രദ്ധിക്കേണ്ടത്. അദ്ദേഹം BJP-ന്ന് CPM-ലേക്ക് വന്ന ആളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു കേരള കോൺഗ്രസ് വിരോധം അദ്ദേഹത്തിന്റെ. അത് മാത്രമല്ല, ഇദ്ദേഹം ചെയർമാനാകും, പാലാ നഗരസഭ ചെയർമാനാകാൻ സാധ്യത ഉണ്ടായിരുന്ന ആളാണ്. പക്ഷേ ഈ 2023 അപ്പൊ ഊഴം വെച്ചാണല്ലോ ഈ CPM-ന്റെ ഊഴം വന്നപ്പം കേരള കോൺഗ്രസ്സുകാർ ആ പഴയ വിരോധം 2021 അടി അവർ മറന്നില്ല. അത് ഓർത്ത് വെച്ചിട്ട് അവര് പറഞ്ഞു ഇയാളെ ആക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ പിന്തുണ പിൻവലിക്കും. പിന്തുണ പിൻവലിച്ചാൽ പിന്നെ
ഇവർക്കാകാൻ പറ്റും, ചെയർമാൻ സ്ഥാനം നഷ്ടപ്പെടും. അതെ അതെ. അപ്പൊ അന്ന് ജോസ് കെ മാണി പറഞ്ഞത് കേട്ടിട്ട് ഇയാളെ ചെയർമാൻ ആക്കിയില്ല. അപ്പൊ ഇയാൾ അതിനെതിരെയും പരസ്യ പ്രസ്താവനയായിട്ട് വന്നു. പിന്നീട് ഇയാൾ കൗൺസിൽ യോഗത്തിൽ കറുത്ത ഷർട്ട് ധരിച്ചിട്ടാണ് സ്ഥിരമായിട്ട് ഇയാളുടെ വേഷം കറുപ്പായിരുന്നു. ഇയാളേക്ക് മുഖ്യമന്ത്രി നമ്മൾ കറുപ്പ് ധരിക്കുന്നവരെല്ലാം പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം കറുപ്പൊക്കെ ധരിച്ചിട്ടാണ് കൗൺസിലർ യോഗത്തിന് വരുന്നത്. ഇതും ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു, ഇയാളിങ്ങനെ വാർത്തയിൽ നിറയുന്നു. അത് കഴിഞ്ഞിട്ട് ഇയാൾ ഏറ്റവും ഒടുവിൽ കേരള കോൺഗ്രസ് എം അംഗമായ ജോസ് ചീരാങ്കുഴിയുടെ എയർപോർട്ട് മോഷ്ടിച്ച കേസിൽ പോലീസ് കേസെടുക്കും. അപ്പോൾ ഇയാളൊരു അത്ര നിഷ്കളങ്കനോ നിഷ്കാമ കർമ്മയോഗിയായിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് ഇത്തരം ഇയാളുടെ ചില പ്രവർത്തികളിൽ നിന്ന് നമുക്ക് അങ്ങ് ഇയാളിങ്ങനെയാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റുന്നില്ല. ഇയാൾ ഏത് നിമിഷവും ഈ കേസിൽ അറസ്റ്റിലാകുന്ന ഒരു സാഹചര്യവും എയർപോർട്ട് മോഷ്ടിച്ച കേസിൽ അറസ്റ്റിലാകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇയാൾ പറയുന്നത് അത് ആ കേസ് ജോസ് കെ മാണിയുടെ ഗൂഢാലോചനയാണെന്ന് ഇദ്ദേഹം ബിനു പുളിക്കക്കണ്ടം പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബിനു പുളിക്കക്കണ്ടം ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരാളായിരുന്നില്ല. അന്ന് മുതൽ ഇങ്ങനെ സംഘർഷം ഉണ്ടാക്കുകയും വിവാദങ്ങൾ ഉണ്ടാക്കുകയും രണ്ടും കൽപ്പിച്ച് ഇവർക്കെതിരെ പോരാടുകയൊക്കെ ചെയ്യുന്ന ഈ മുന്നണിക്ക് ഘടകകക്ഷിക്കെതിരെ പോരാടുകയും ചെയ്യുന്ന ഒരാളായിട്ടാണ് ഇദ്ദേഹം നിന്നത്. പക്ഷേ അവിടെ നമ്മൾ പുളിക്കക്കണ്ടത്തിനെ പോലുള്ള ഒരാൾക്കാർ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു BJP മുമ്പ് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു കേട്ടോ. അല്ല BJP വന്ന ആളാണ്. മുമ്പ് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. പിന്നീട് BJP ചേർന്നു. പിന്നീട് അദ്ദേഹം BJP ചേർന്നു. കഴിഞ്ഞ തവണ നഗരസഭാ കൗൺസിലർ ആയിരിക്കുമ്പോൾ പുള്ളി BJP ചേർന്ന് പാലാ നിയോജകമണ്ഡലം പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് 2019 ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ BJP നേതാക്കന്മാരുമായിട്ടുള്ള എതിർപ്പിനെ തുടർന്ന് അപ്പോൾ ഇയാൾ കോൺഗ്രസ് ആയിരുന്നു, BJP ആവുന്നു, CPM ആവുന്നു, നാളെ വേറെ ഏതെങ്കിലും പാർട്ടി ആയിക്കൂടായില്ല. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട CPM പോലുള്ള ഒരു പാർട്ടിക്ക് ഇങ്ങനെ BJP നിന്നും അങ്ങനെയുള്ള ആൾക്കാരെ ഇങ്ങനെ ചാടി നിൽക്കുന്ന ആൾക്കാരെ അവർ സ്വീകരിച്ച് കൊണ്ടുവരുമ്പോൾ ഇതൊരു പാഠമാണ്. വേണമെങ്കിൽ അതൊരു പാഠമാക്കി എടുക്കാവുന്നതാണ്. പാർട്ടി ഇങ്ങനെ BJP വരുന്നവരെ പെട്ടെന്ന് വളരെ ആവേശത്തോടെ സ്വീകരിക്കാൻ വലിയ താല്പര്യമുണ്ട് CPM. അതവരൊക്കെ ആ BJP വിരോധം ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നത്, തിളച്ചു മറിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് BJP ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് അയാൾ എന്താണോ ഏതാണോ നോക്കാതെ തന്നെ BJP വന്നു കഴിഞ്ഞാൽ ഉടനെ പിടിക്കുന്ന ഒരു സ്വഭാവം CPM. ആ സ്വഭാവം ഇനി CPM പരിശോധിക്കേണ്ടി വരും. ആ ഒരു ആവേശം ഇനി CPM പരിശോധിക്കേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന ഒരു വിവരമുണ്ട്. ലേറ്റസ്റ്റ് വരുന്ന വിവരം എന്ന് പറഞ്ഞാൽ അവിടെ പുളിക്കക്കണ്ടം അങ്ങനെ ഈ നടപടിയെടുക്കുന്ന പാർട്ടിക്ക് നടപടിയെടുക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരു നടപടിയെടുത്ത് മുന്നോട്ട് പോകാൻ പാർട്ടിക്ക് പറ്റില്ല. കാരണം പുളിക്കക്കണ്ടത്തിന് പിന്തുണയുമായിട്ട് ഈ പാലാ നഗരസഭയിൽ വൻ പോസ്റ്ററുകൾ ജോസ് കെ മാണിക്കെതിരായിട്ട് പോസ്റ്ററുകൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ആ പോസ്റ്ററിൽ ജോസ് കെ മാണി എന്ന് പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ ഭയക്കുന്ന ജോസ് കെ മാണി എന്നൊക്കെയാണ് കളിയാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് മോശമാണ് ജോസ് കെ മാണി പാലായ്ക്ക് അപമാനം എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്വക്കേറ്റ് ബിജു പുളിക്കക്കണ്ടത്തിന് അഭിവാദ്യങ്ങൾ. അതാണ് എന്തായാലും പോസ്റ്റർ ബിജു പുളിക്കക്കണ്ടത്തിന്റെ അഭിവാദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് എത്രമാത്രം CPM പ്രവർത്തകർക്ക് ഇതിനകത്ത് പങ്കുണ്ട് എന്നുള്ളത് ഇനി വരെയുണ്ട്. ഇവര് LDF വന്നെങ്കിൽ പോലും ഇപ്പോഴും മനസ്സുകൊണ്ട് മാനസികമായി, കാരണം വർഷങ്ങളോളം KM മാണിക്കെതിരെ ഫൈറ്റ് ചെയ്ത ആളുകളാണ്. എത്രയോ വർഷം 80കൾ മുതൽ 40-45 വർഷം ഫൈറ്റ് ചെയ്ത ആളുകളാണ്. പെട്ടെന്നൊരു ദിവസം ഇവർ ഘടകകക്ഷിയാകുമ്പോൾ 80-ൽ മാണി LDF കൂടെ ഉണ്ടായിരുന്നു, വളരെ ചുരുക്കം നാളുകളിലേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അദ്ദേഹം വളരെ പെട്ടെന്ന് തിരികെ പോവുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് ഏത് കാലത്തും അദ്ദേഹം മാർക്സിസ്റ്റ്, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലെല്ലാം മാർക്സിസ്റ്റ്, അതായത് അദ്ദേഹം പള്ളിയെക്കുറിച്ച് പ്രസംഗിച്ചാലും ആ പ്രസംഗത്തിന്റെ അവസാനമോ ഇടയ്ക്കോ അതിനകത്ത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ട് ഒരു വർത്തമാനം പറയും. ഈ ഒരു തൊഴിലാളി അധ്വാന വർഗ സിദ്ധാന്തമൊക്കെ ബദലായിട്ട് അങ്ങനെയൊക്കെ എഴുതിയ ആളാണ്. അപ്പൊ ഇവര് തമ്മിൽ മാനസികമായിട്ട് ഇപ്പോഴും പൊരുത്തമായിട്ടില്ല. ഇപ്പോൾ ഘടകകക്ഷി ആയെങ്കിൽ പോലും അതിൻ്റെ ഇപ്പോൾ നമ്മൾ ഈ ലോക്സഭയിലെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് ആ മേഖലയിൽ എടുത്ത് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതും അങ്ങനെയാണ്. ഈ കേരള കോൺഗ്രസിൻ്റെ വോട്ട് ഇടതുപക്ഷത്തേക്ക് പോയിട്ടില്ല, ഇത്തവണ അങ്ങനെ പോയിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു മാനസികമായ അകൽച്ചയും ഇക്കാര്യത്തിലുണ്ട്. ഇവർ തമ്മിൽ ഉള്ള വിഷയങ്ങൾ, ഈ മാനസിക അകൽച്ച ഉണ്ടെങ്കിൽ പിന്നെ കാണുമ്പോഴെല്ലാം വഴക്കായിരിക്കും. അത് ഇതിനകത്ത് നെള്ളിക്കുന്നുണ്ട്. പക്ഷെ അത് CPM ഈ നടപടി എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ പെട്ടെന്ന് ഇനി ഒരു നടപടിയെടുത്ത് മുന്നോട്ട് പോകാൻ ആരെയും, ഞാൻ നേരത്തെ പറഞ്ഞതാണത്, ഈ ഒരു പശ്ചാത്തലത്തിൽ വലിയ നടപടിയെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കാം ഒരു തൃശ്ശൂരിലെ മേയർക്കെതിരെ ഇപ്പോൾ ഒരു ആക്ഷേപം വന്നിട്ടുണ്ട്.
അവിടെ ഒരു വ്യത്യാസമുള്ളത് ഈ തൃശ്ശൂരിലെ മേയർ അങ്ങേർക്കെതിരെ നടപടിയെടുത്താൽ തൃശ്ശൂരിലെ നഗരസഭാ ഭരണം ഇല്ലാതാകും. അതില്ലാതാകും. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ, അല്ലെങ്കിൽ ഏഴും പണ്ടേ അദ്ദേഹത്തിനെതിരെ. അത് മാത്രമല്ല, ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ വർഗീസ് എന്ന് പറയുന്ന ആളിനെ, ആ നാമം നമ്മൾ ഒന്ന് വിലയിരുത്തണം. ഇപ്പോഴത്തെ എല്ലാം നമ്മൾ വിലയിരുത്തുമ്പോൾ അതും കൂടെ വെച്ച് ബേസിൽ വിലയിരുത്തണമല്ലോ. തൃശ്ശൂരിലെ സുരേഷ് ഗോപിക്ക് പോയ വോട്ടുകളെ എങ്ങനെയാണ് പിന്നെ റെജി ലൂക്കോസ് വ്യാഖ്യാനിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്, ഒരു പടമൊക്കെ ഇട്ടിട്ട്. അപ്പൊ അതും കൂടെ വെച്ച് നോക്കുമ്പോൾ വർഗീസ് എന്ന് പറയുന്ന നഗരസഭാ ചെയർമാനെ പാർട്ടിക്ക് പെട്ടെന്ന് അങ്ങോട്ട് മാറ്റുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് വളരെ ഗുരുതരമായിരിക്കും എന്നുള്ളത് CPM തിരിച്ചറിയാൻ പറ്റും. പക്ഷെ CPIക്ക് അത് നോക്കേണ്ട കാര്യമില്ല. CPI അതുകൊണ്ടാണ് ഇപ്പം പ്രമേയം അവതരിപ്പിക്കും. അടുത്ത 17-18 ദിവസങ്ങളിൽ അവരുടെ യോഗം കൂടുന്നുണ്ട്, CPIയുടെ യോഗം കൂടുന്നുണ്ട്, ജില്ലാ യോഗം കൂടുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഈ വർഗീസിനെതിരായിട്ട് പ്രമേയം പാസ്സാക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേൾക്കുന്നത്. പക്ഷെ അത് എത്രമാത്രം CPM അതിനെ അംഗീകരിക്കുമെന്നും CPM അതിൽ വിധേയമാകുമോ എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ പൊതുവിൽ ഇപ്പം നമ്മൾ നിൽക്കുന്ന അന്തരീക്ഷത്തിൽ രണ്ട് നേതാക്കൾക്കെതിരായിട്ടാണ്. ഒരാളിനെ പാർട്ടി നടപടിയെടുത്ത് മാറ്റിക്കഴിഞ്ഞു, അതായത് പുളിക്കക്കണ്ടത്തിനെ നടപടിയെടുത്ത് മാറ്റിക്കഴിഞ്ഞു. വർഗീസിനെ വിളിച്ച് പാർട്ടി നേതൃത്വം വിളിച്ച് കാര്യങ്ങൾ തിരക്കിയിരിക്കുന്നു, അവിടം വരെ എത്തിയിരിക്കുന്നു. ഒരു താക്കീത് കൊടുക്കാൻ സാധ്യതയുണ്ടായി. ഒരു താക്കീത് കൊടുക്കാൻ അതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തെ പുറത്താക്കിയാൽ ഈ പറഞ്ഞ രണ്ട് ഘടകങ്ങളാണ്. ഒന്ന് ഈ പറഞ്ഞ ഒന്നുണ്ട്, രണ്ടാമത് അവിടുത്തെ ഭരണം നഷ്ടപ്പെടുകയും. അപ്പൊ ഇതിൽ രണ്ട് കാര്യങ്ങളും ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും CPM ഇപ്പോൾ പഴയതുപോലെ ഇപ്പം നരേന്ദ്രമോദിയെ കുറിച്ച് പറയുന്നത് പോലെ, നരേന്ദ്രമോദിക്ക് പഴയതുപോലെ പറ്റില്ല എന്ന് പറയുന്നത് പോലെ വേണമെങ്കിൽ അങ്ങനെ പറയുമ്പോൾ അതേ പിന്നെ അനുഭവവും പശ്ചാത്തലവും തന്നെയാണ് കേരളത്തിലെ CPM-നും കേരളത്തിലെ ഭരണകൂടത്തിനും ഉണ്ടായിരിക്കുന്നത്. CPM-നും പിണറായി വിജയനും പഴയതുപോലെയൊന്നും അങ്ങനെ ഒരു പോകാൻ പറ്റില്ല. വളരെ കരുതലോടെ ആയിരിക്കും. ഞാൻ നേരത്തെ നടപടികളെടുത്ത് മുന്നോട്ട് പോകാനും പറ്റാത്തൊരവസ്ഥയായിരിക്കും. എന്തായാലും ഈ നടപടി, പുളിക്കക്കണ്ടം നടപടി എവിടെ എത്തുമെന്നുള്ളത് നമുക്ക് കാണേണ്ടതുണ്ട്. പക്ഷേ പുളിക്കക്കണ്ടത്തിലെ പിന്നീട് തിരികെ പുളിക്കക്കണ്ടം വേറെ പാർട്ടി പോയില്ലെങ്കിൽ പക്ഷെ തിരിച്ച് വീണ്ടും BJP-യിലേക്ക് അദ്ദേഹത്തിന്റെ സ്വഭാവം അനുസരിച്ച് അദ്ദേഹം, കാരണം BJP-യിൽ നിന്ന് വന്ന ആളാണ്, കോൺഗ്രസിൽ നിന്ന് BJP നിന്ന് തിരിച്ചങ്ങോട്ട് പോയിക്കൂടാതില്ല. എന്തായാലും കാണാം നമുക്ക് CPM-ന് അതെങ്ങനെ ബാധിക്കും, LDF-ന് അതെങ്ങനെ ബാധിക്കും. വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷനും ഒക്കെ വരാൻ പോകുന്നു, അത് കഴിഞ്ഞ് നിയമസഭാ ഇലക്ഷൻ വരാൻ. ഇത് രണ്ടുമാണ് CPM-നെ സംബന്ധിച്ചുള്ള പ്രാധാന്യം. ഈ രാജ്യസഭ സീറ്റോ ലോക്സഭ സീറ്റോ അല്ല. അപ്പൊ അതുകൊണ്ട് ഈ പാലാ പോലുള്ള ഒരു പ്രദേശത്ത് ഇത്തരത്തിലൊരു പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഒരു സ്ഥാനം എനിക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. അതും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, പുളിക്കക്കണ്ടത്തിനേക്കാൾ ഞങ്ങൾക്ക് ഇപ്പോൾ ആവശ്യം ജോസ് കെ മാണിയാണ് എന്നുള്ളതാണ് CPM കൊടുക്കുന്ന സന്ദേശം. അതായിരിക്കും.